ഹായ്, ഞാൻ ഇന്നൊരു ട്രയലാണ്, ഒരു പുതിയ ട്രൈ. കോളിഫ്ലവർ മസാല ഫ്രൈ അല്ല, ഗ്രില്ല് പോലെ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിക്കോളൂ. കുറച്ച് ചുമന്ന മുളക്, കാശ്മീരി ചില്ലി ഹോളാണ് എല്ലാം ഇട്ടിരിക്കുന്നത്. വെളുത്തുള്ളി കുറേ ഉണ്ട്, 2 ഉണ്ട വെളുത്തുള്ളി, കുരുമുളക്, 1 സ്പൂണ് മല്ലി, ചെറിയ ഉള്ളി ഒരു 4-5 എണ്ണം, പിന്നെ കുറച്ച് പെരുംജീരകം. ഇത്രയും ഇട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കുറച്ച് വെളിച്ചെണ്ണയിൽ ഇതൊക്കെ ഒന്ന് വഴറ്റി ആ പച്ചമണമൊക്കെ ഒന്ന് പോയി ഒന്ന് മുരിഞ്ഞ ശേഷം നമുക്കതിൽ ഇലകൾ ചേർക്കാം. മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും. മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയൊക്കെ ഇട്ടു. ഇതൊന്ന് വാടിയ ശേഷം അരക്കാം. നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചിട്ട് ഈ കോളിഫ്ലവറിലൊന്ന് പുരട്ടി വെക്കാം. ഒന്ന് ആകട്ടെ. ഇതിനിടയിൽ ഞാൻ കോളിഫ്ലവർ ആദ്യം കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുറച്ച് സമയം വച്ച ശേഷം പിന്നെ അത് ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചു. അപ്പോൾ അത് വേവുമല്ലോ. ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അത് അരച്ചിട്ട് ഞാൻ ഇതും തീ ഓഫ് ചെയ്തു. ഇനി ഇതിനെ അരച്ചിട്ട് ഇതിലോട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഓക്കെ. എന്നിട്ടൊരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം അതെടുത്ത് ഒന്ന് ഗ്രില്ലിൽ വയ്ക്കാം. ഞാൻ അരച്ചത് ഇതിൽ മിക്സ് ചെയ്യുന്ന എടുത്ത് ഇതിലിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് പൊടിയാണ്ട് മിക്സ് ചെയ്യാൻ നോക്കാം. എന്നിട്ട് അരമണിക്കൂർ വയ്ക്കാം. ഒരമണിക്കൂർ കഴിഞ്ഞ് നമുക്കത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഓക്കേ, നന്നായിട്ടല്ലാതെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതൊരു അരമണിക്കൂർ ഇരുന്ന് പിടിക്കട്ടെ നമുക്ക്. അപ്പം ഞാൻ ഇന്നതാ അരമണിക്കൂർ കഴിഞ്ഞു. ഗോബി പുരട്ടി വെച്ച ശേഷം ഇതിപ്പോൾ ഫ്രൈ ചെയ്യാനെടുത്ത പാത്രമാണിത്. ഇതിൽ നമുക്ക് ഗ്രില്ല് പോലെ ഒന്ന് ചെയ്യാം. ചെറുതായിട്ട് എണ്ണ തടവിയിട്ട് ഇതിൽ അതെല്ലാം നിരത്തി വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് ചെയ്യാം. ഷാലോ ഫ്രൈ. ഓക്കെ. പാത്രം ഒന്ന് ചൂടാക്കിയിട്ട് ചെറുതായിട്ട് എണ്ണ ഒന്ന് തടവിയിട്ട് ഞാനിതെല്ലാം അതിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് അടച്ച് വയ്ക്കാം. എന്നിട്ട് സിമ്മിൽ വയ്ക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കാം എന്താ. ഇതങ്ങനെ നമുക്ക് ഇതങ്ങനെ തന്നെ മറിച്ച് വയ്ക്കാം. അപ്പോൾ ഇളക്കേണ്ട ആവശ്യമില്ല. ഇതങ്ങനെ മറിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പൊടിയാണ്ട് ഇട്ട് പോകുന്ന നോക്കാം. ഒന്ന് തുറന്ന് നോക്കിയാലോ. ഇതിനെ മറിച്ചിടാം. ഈ അപ്പുറത്തിപ്പം നമ്മൾ മറിച്ചിട്ട സൈഡ് കൂടെ ഒന്ന് ആയിക്കോട്ടെ. നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3-4 മിനിറ്റായി. ഞാനൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി വെച്ച് നമ്മളതിനെ കുറച്ച് അതിൻ്റെ എല്ലാ പോഷകങ്ങളും തീർക്കണ്ട. അപ്പം എണ്ണ അധികം ഇട്ടിട്ടില്ല. ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്നത് ട്രൈ ചെയ്ത് നോക്കുക. എന്താ പേരിടുക? ഗോബി ഡ്രൈ ഫ്രൈ അല്ല,
എന്നാലും അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള പേര് കൊടുത്തോളൂ നിങ്ങൾ തന്നെ. ഓക്കെ, അപ്പോൾ ഇതിന് എന്തെങ്കിലും രാത്രിക്കാണ് ഞാനിതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. കുബൂസ് എന്തെങ്കിലും വെച്ചിട്ട് കഴിക്കാം. രാത്രി പിന്നെ വേറെ ഒന്നും ആൾക്കാർക്ക് ചപ്പാത്തി ഉച്ചയ്ക്കായിരുന്നു, അപ്പോൾ പിന്നെ രാത്രിക്ക് ചപ്പാത്തി പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുബൂസിൻ്റെ അകത്ത് വെച്ചിട്ട് വേണമെങ്കിൽ കഴിക്കാം. ഓക്കേ, ബൈ ബൈ.